സർ, ഹോർമോസിൽ വലിയൊരു പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. മിക്ക ലോക രാജ്യങ്ങൾക്കും അവരുടെ കപ്പലുകൾ അല്ലെങ്കിൽ എണ്ണ ടാങ്കറുകളൊന്നും വേണ്ട രീതിയിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അവിടെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ വളരെ വളരെ ഉദാത്തമായ ഒരു മാതൃക സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ചോദ്യവും അതാണ്. യഥാർത്ഥത്തിൽ ആഗോള എണ്ണ വിലയിൽ ഭാരതം എന്ത് തരം അഭ്യാസമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്? ഇവിടെ ഈ ഹോർമോസ് പ്രതിസന്ധി എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും പല വിധത്തിൽ ബാധിക്കാറുണ്ട്. പക്ഷേ ഇന്ത്യയെ അത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ബാധിച്ചിരിക്കുന്നത്. അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ്. ഇന്ത്യക്കകത്തുള്ള സ്വകാര്യ മേഖലയും ഇന്ത്യയിലെ പൊതുമേഖലയും ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വളരെ പെട്ടെന്നുണ്ടാക്കിയ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പിന്നാലെ പറയാം. മറ്റൊന്ന്, അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര രംഗത്ത് ഇന്ത്യക്കുണ്ടായ മുൻതൂക്കം, ഇറാനുമായി നമുക്കുള്ള നല്ല ബന്ധം, അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ എല്ലാവരുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ബന്ധങ്ങൾ, അമേരിക്കയുടെ കർശനമായ നിയന്ത്രണങ്ങളെ പുല്ലുപോലെ തൃണവൽഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ധീരത, ഇതുവഴി നമുക്ക് ഹോർമോസ് കടലെടുക്കിലൂടെ നമ്മുടെ എണ്ണക്കപ്പലുകൾക്കും ഗ്യാസ് ടാങ്കറുകൾക്കും നിർബാധം കടന്നു പോരാൻ സാധിക്കും. ഇപ്പോൾ ഇറാൻ അവിടെ പുതിയതായി ടാക്സ് ഏർപ്പെടുത്താൻ പോകുന്നു, അല്ലെങ്കിൽ ചുങ്കം പിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ അത് ഇന്ത്യക്ക് ബാധകമല്ല. ഈ ഒരു കാര്യം അന്താരാഷ്ട്ര രംഗത്തുണ്ടായ നമ്മുടെ നയതന്ത്ര വിജയമാണ്. ഇത് അതിന്റെ നേർപകുതി. എന്നാൽ ആഭ്യന്തരമായി നമ്മൾ ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അതായത് ഇന്ത്യയിലെ സ്വകാര്യ മേഖലയെ നമ്മൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരടക്കം പത്രക്കാരടക്കം എപ്പോഴും കുറ്റം പറയുന്ന ഒരു കാര്യമാണ്. സ്വകാര്യ മേഖല കുത്തകയാണ്, അവർ ചൂഷണം ചെയ്യുകയാണ്, അവരെ എതിർക്കപ്പെടേണ്ടതാണ്, തുടച്ചു നീക്കപ്പെടേണ്ടതാണ് എന്നൊക്കെയുള്ള ഒരു പൊതുവായ മൈൻഡ് സെറ്റ് മലയാളിക്കുണ്ട്. കാരണം മലയാളി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് മൈൻഡ് സെറ്റാണ്. സാമ്പത്തികം ഉണ്ടാക്കുക, ബിസിനസ് ചെയ്യുക, സംരംഭകരാവുക, മൂലധനം മുടക്കുക, ഇതൊക്കെ അങ്ങേയറ്റം ഗുരുതരമായ തെറ്റും പാപവും ആണ്. അതുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ള ഒരു മനോഭാവമാണ് മലയാളി പൊതുവെ കാണുന്നത്. മലയാളി കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും മലയാളിയായിട്ട് ജനിച്ചവനെല്ലാം കാശുള്ളവനോട് അങ്ങേയറ്റത്തെ കലിയാണ്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. പക്ഷേ ഇന്ത്യയിലെ അവസ്ഥ വേറെയാണ്. ഇന്ത്യയില് ഈ സ്വകാര്യ മേഖലയിലെ കമ്പനികൾ ഇന്ത്യക്ക് എപ്രകാരം ഗുണകരമാകുന്നു എന്ന് മനസ്സിലാവുന്ന ഏറ്റവും നല്ല നിമിഷങ്ങളാണ് ഈ യുദ്ധത്തിന്റെ അവസരം. അതായത് ഇന്ത്യയില് എണ്ണ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ വമ്പൻ കമ്പനികളായിട്ടുള്ള ഇപ്പൊ റിലയൻസ്, അതേപോലെ നയാര സ്വകാര്യ മേഖലാ കമ്പനികളാണ്. ഈ സ്വകാര്യ മേഖലാ കമ്പനികൾക്ക് വൻപൻ റിഫൈനറികളുണ്ട്. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിഫൈനറി റിലയൻസിൻ്റെതാണ്. അവിടെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ ഇന്ത്യയിൽ വിറ്റഴിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ലോകരാജ്യങ്ങൾ അമേരിക്ക മുതൽ ജപ്പാൻ വരെയുള്ള രാജ്യങ്ങളിലേക്ക് ഡീസലും പെട്രോളും മണ്ണെണ്ണയും ഒക്കെ കയറ്റുമതി ചെയ്യാൻ റിലയൻസിനെ പോലെ നയാരയെ പോലെയുള്ള സ്വകാര്യ കമ്പനികൾക്ക് സാധിക്കും. എന്നാൽ ഈ സ്വകാര്യ കമ്പനികൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ അല്ലെങ്കിൽ അവരുമായി ഗുണാത്മകമായി സഹകരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറായതോടുകൂടി ഇവരുടെ ഉൽപാദനം ഇന്ത്യയുടെ ആഭ്യന്തരമായ ഊർജ ഉപഭോഗത്തിന് വളരെയേറെ സഹായകരമായിട്ടുണ്ട്. അതെങ്ങനെയെന്നാൽ റിഫൈനറികൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ മേഖലയിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ലോകത്ത് ഏത് രാജ്യത്തും അവർക്ക് വിൽക്കാം. ജപ്പാനിൽ വിൽക്കാം, അല്ലെങ്കിൽ സിംഗപ്പൂരിൽ വിൽക്കാം, അമേരിക്കയിൽ വിൽക്കാം, യൂറോപ്പിൽ, ആഫ്രിക്കയിൽ എവിടെ വേണേൽ വിൽക്കാം. അവർ വിൽക്കുന്നുണ്ട്, അതവരുടെ ബിസിനസ്സാണ്. എന്നാൽ ഗുരുതരമായ ഒരു പ്രശ്നം വരുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധി പോലെ തന്നെ ഓയിൽ പ്രതിസന്ധി വരുമ്പോൾ, ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ ഉൽപ്പന്നങ്ങൾ, അത് പെട്രോളോ ഡീസലോ മണ്ണെണ്ണയോ അല്ലെങ്കിൽ ഏവിയേഷൻ ഫ്യൂവലോ എന്തു തന്നെയാണേലും, അത് ഒരു നിശ്ചിത പരിധിക്കപ്പുറം വിദേശത്തേക്ക് കൊടുക്കാൻ പാടില്ല. ഇന്ത്യയുടെ ആഭ്യന്തര ഉപയോഗത്തിന് വേണ്ടി ബാക്കി ഭാഗം സ്റ്റോർ ചെയ്ത് വെക്കണം എന്ന് പറയാൻ ഇന്ത്യ ഗവൺമെന്റിന് കഴിഞ്ഞു. അതോടുകൂടി ഇന്ത്യയിലെ ഇന്ധന പ്രതിസന്ധി ഭീകരമായ ഒരവസ്ഥയിലേക്ക് പോയില്ല. ഏതാണ്ട് സ്വയം പര്യാപ്തമായ നിലയിൽ മാസങ്ങളോളം മുന്നോട്ട് പോകാൻ കഴിയുന്നത്ര എണ്ണ ശേഖരം ഇന്ന് ഇന്ത്യയിലെ ഗവൺമെന്റിന്റെയും സ്വകാര്യ കമ്പനികളുടെയും കൈവശമുണ്ട്. അപ്പോൾ ലോകം മുഴുവൻ സ്തംഭിച്ചാലും മാസങ്ങളോളം ഇന്ത്യ മുന്നോട്ട് പോകും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പാണ്. അതായത് റിലയൻസ് പോലെ നയാര പോലെയുള്ള സ്വകാര്യ കമ്പനികളിൽ അവരുൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്കും എത്തിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് ഉള്ള കച്ചവടം കുറച്ചുകൊണ്ടോ നിർത്തിവെച്ചുകൊണ്ടോ തയ്യാറാവാൻ ഇവർ നിർബന്ധിതരാകും. അത്തരം ടാക്സുകളും
നിബന്ധനകളും നിയന്ത്രണങ്ങളും ഇന്ത്യ ഗവൺമെന്റ് ഏർപ്പെടുത്തിയത് കൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റു രാജ്യങ്ങൾ നേരിടുന്നത് പോലെയുള്ള ഓയിൽ പ്രതിസന്ധിയോ സാമ്പത്തിക പ്രതിസന്ധിയോ ഇല്ല. ഇതിന് യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് ഈ രാജ്യത്തെ സ്വകാര്യ മേഖലാ കമ്പനികളോടാണ്. അവരവിടെ ഇല്ലായിരുന്നു എന്നിരിക്കട്ടെ, നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ പോളിസി അനുസരിച്ച് സ്വകാര്യ റിഫൈനറികൾ വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. ഇവിടെ നമ്മുടെ കയ്യിലുള്ള 3-4 പൊതുമേഖലാ എണ്ണ കമ്പനികൾ കൊണ്ട് നമുക്ക് ഈ ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. അവിടെയാണ് ഈ സ്വകാര്യ കമ്പനികൾ ഈ യുദ്ധസമയത്ത് ഇന്ത്യക്ക് താങ്ങും തണലുമായി ശക്തമായ അടിത്തറയായി പ്രവർത്തിക്കുന്നത്. സർ, കഴിഞ്ഞ ദിവസം എസ് ജയശങ്കർ UAE സന്ദർശനം നടത്തിയ സമയത്തും ഇതേ രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് UAE നേതാക്കൾ ഉൾപ്പെടെ പങ്കുവച്ചത്. അൽ നഹ്യാൻ പറഞ്ഞ ഒരു കാര്യം, ഇന്ത്യയാണ് ഈ പ്രതിസന്ധിക്കിടയിൽ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഏക രാജ്യം എന്നതാണ്. ഒരു പക്ഷേ ഈ എണ്ണവിലയിൽ മാത്രമല്ല, മറ്റു പല കാര്യങ്ങളിലും ഇന്ത്യ ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിൽ പ്രതിസന്ധിക്കിടയിൽ എടുത്ത തീരുമാനമല്ലേ ലോക നേതാക്കളെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നത്? ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ നടത്തിയ വിദേശ സന്ദർശനത്തിൽ എല്ലാവരും അത്ഭുതപ്പെട്ട ഒരു കാര്യം ആണിത്. കാരണം ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും അറിയാം ഇന്ത്യയുടെ ജനസംഖ്യ എത്ര വലുതാണ്, ഇന്ത്യയുടെ ഫ്യൂവൽ ഉപയോഗം എത്ര വലുതാണ്. അപ്പോൾ ആദ്യമായിട്ട് പ്രതിസന്ധിയിലാകാൻ പോകുന്ന രാജ്യം ഇന്ത്യ ആയിരിക്കുമെന്ന് എല്ലാവരും കണക്കുകൂട്ടി. പക്ഷെ സംഭവിച്ചത് മറിച്ചാണ്. ഈ പ്രതിസന്ധിയെ വളരെ ലളിതമായിട്ട് ഇന്ത്യക്ക് മറികടക്കാൻ കഴിഞ്ഞത് ഇന്ത്യയിലെ 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇന്ത്യയുടെ ഓയിൽ റിസർവ് എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഒന്ന് ക്രൂഡ് ഓയിൽ റിസർവ് ഉണ്ട്, റിഫൈൻഡ് ഓയിൽ റിസർവ് ഉണ്ട്. ഇപ്പൊ ക്രൂഡ് ഓയിൽ റിസർവ് എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അസംസ്കൃത എണ്ണ സ്വന്തം രാജ്യത്ത് സൂക്ഷിച്ചു വെക്കാൻ കഴിയാത്ത രാജ്യങ്ങൾക്ക് തറവാടകയ്ക്ക് സ്ഥലം കൊടുത്ത് ടാങ്കുകളിൽ ശേഖരിക്കുന്ന ഒരു രീതി ഇന്ത്യ പണ്ട് മുതലേ ബിസിനസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അത് ഇന്ത്യ ഗവൺമെന്റ് നേരിട്ട് ചെയ്യുന്ന കാര്യമാണ്. രണ്ടാമത്തെ സംവിധാനം, ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികളായിട്ടുള്ള റിലയൻസും നയാരയും പോലെയുള്ള സ്വകാര്യ സംരംഭകർ വിദേശത്തു നിന്ന് കൊണ്ടിരുന്ന ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് ഉൽപ്പന്നങ്ങളാക്കി, ഡീസൽ, പെട്രോൾ അങ്ങനെയൊക്കെ ആക്കി അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു ജോലിയുണ്ട്. അത് 2 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന്, കൊണ്ടുവരുന്ന ക്രൂഡ് ഓയിലിന്റെ പകുതി ഏത് രാജ്യമാണോ തന്നത് അവർക്ക് 50% തിരിച്ചു കൊടുക്കും. ബാക്കി 50% അവര് ലോകത്തിന്റെ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കും. ഈ 2 കാര്യങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്ത ഒരു രാജ്യമാണ് ഇന്ത്യ. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം, ഇപ്പോഴത്തെ പോലെ ഒരു ഹോർമോസ് പ്രതിസന്ധി പോലെ ഒരു പ്രതിസന്ധി വരികയും നമ്മുടെ എണ്ണ പ്രതിസന്ധിയിലേക്ക് ആവുകയും ചെയ്യുമെന്ന് കണ്ടാൽ റിസർവിൽ കിടക്കുന്ന ഈ എണ്ണ 50% നിയമപ്രകാരം തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അത് ചെറിയ തുകയല്ല. മാസങ്ങളോളം ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ ഓയിൽ റിസർവാണ് ഇന്ത്യയുടെ കയ്യിലുള്ളത്. ഇത്ര വലിയ ഓയിൽ റിസർവ് ഉള്ള എണ്ണ ഉൽപാദക രാജ്യമല്ലാത്ത ലോകത്തെ ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. ആ ഇന്ത്യയുടെ ദീർഘവീക്ഷണത്തെയാണ്, ഇന്ത്യൻ ഭരണാധികാരികളുടെ ഈ കുശാഗ്ര ബുദ്ധിയെയാണ് വിദേശ രാജ്യങ്ങൾ ഇന്ന് അത്ഭുതം എന്ന് വിശേഷിപ്പിക്കുന്നത്. യെസ്, എന്തായാലും ഈ രീതിയിൽ ഇന്ത്യയിൽ വലിയ രീതിയിൽ ഇന്ത്യയുടെ എണ്ണ വിലയിൽ അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ആഗോള ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ നിലനിൽക്കെ, ഹോർമൂസിൽ വലിയൊരു പ്രതിസന്ധി നിലനിൽക്കെ, മറ്റു ലോകരാജ്യങ്ങൾക്കൊന്നും സാധിക്കാത്തത്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പോലും സാധിക്കാത്ത ഒന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കിയെടുത്തു എന്നുള്ളതാണ്. ഈ രീതിയിൽ ലോകരാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഇന്ത്യ എങ്ങനെയായിരിക്കാം ആഗോള എണ്ണ വിലയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നത്, എന്ത് തരം നീക്കമാണ് ഇന്ത്യ നടത്തിയത് എന്നറിയാനുള്ള ഒരു ത്വര മിക്ക ലോകരാജ്യങ്ങളും ഇതിനോടകം തന്നെ പങ്കുവച്ചിട്ടുണ്ട്. പലരും ഇന്ത്യയെ ഒരു ഉദാഹരണമാക്കി ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറിയ ഒരു രാജ്യം എന്ന നിലയിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ എസ് ജയശങ്കർ മറ്റു ലോകരാജ്യങ്ങളിൽ UAE ഉൾപ്പെടെ സന്ദർശനം നടത്തിയ സമയത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മറ്റു ലോക നേതാക്കൾ പങ്കുവച്ചത് എന്നതും ശ്രദ്ധേയമാണ്, വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.